ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് സുസുക്കയിലെ തുടർച്ചയായ 4ാം കിരീടം നേടിയ ലോക ചാമ്പ്യൻ ആരാണ്? ഉത്തരം മാക്സ് വെർസ്റ്റപ്പൻ. 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണം നൽകി ആദരിച്ച രാജ്യം ഏതാണ്? ഉത്തരം ശ്രീലങ്ക. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സാറ ജോസഫ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം നിലവിൽ വന്നത് ഏതാണ്? ഉത്തരം പുതിയ പാമ്പൻ പാലം. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ബീഹാർ. 2025 ഏപ്രിലിൽ മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായതിൻ്റെ എത്രാം വാർഷികമാണ് ആചരിച്ചത്? ഉത്തരം 50. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഉത്തരം 8 ഏപ്രിൽ 2025. പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളെ ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ നയം എന്താണ്? ഒരു സംസ്ഥാനം ഒരു പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. 2025 ബ്രസീലിൽ നടന്ന ലോക ബോക്സിംഗ് കപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ഹിതേഷ് ഗുലിയ. സംസ്ഥാനത്ത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഉത്തരം കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 6 പുസ്തകങ്ങളുള്ള ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഭാനു മുസ്താഖിൻ്റെ ചെറുകഥാ സമാഹാരം ഏതാണ്? ഉത്തരം ഹാർട്ട് ലാമ്പ്.